അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസിന്റെ ഭാഗമാകാൻ കമൽഹാസന് ക്ഷണം. ക്ഷണിക്കപ്പെട്ട 534 പേരിൽ കമൽഹാസനെ കൂടാതെ ഇന്ത്യൻ സിനിമയെ പ്രതിനിധീകരിച്ച് ആയുഷ്മാൻ ഖുറാനയും, കാസ്റ്റിംഗ് ഡയറക്ടറായ കരൺ മാലി, ഛായാഗ്രഹകൻ രൺബീർ ദാസ്, കോസ്റ്റ്യൂം ഡിസൈനർ മാക്സിമ ബസു, ഡോക്യുമെന്ററി ഫിലിം മേക്കർ സ്മൃതി മുന്ദ്ര, സംവിധായക പായൽ കപ്പാടിയ തുടങ്ങിയവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഡേവ് ബൌട്ടിസ്റ്റ, ജെസൺ മോമോവ, ഓബ്രി പ്ലാസ, ഡാനിയൽ ഡെറ്റ്വലെയർ, ആൻഡ്രൂ സ്കോട്ട് ഗില്ലിയൻ ആൻഡേഴ്സൺ, നവോമി അക്കി, മോണിക്ക ബാർബറോ, ജോഡി കോമർ, കീരൻ കൽക്കിൻ, ജെറമി സ്ട്രോങ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും മുൻ ഓസ്കാർ ജേതാവ് മൈക്കി മാഡിസൺ, അഡ്രിയാന പാസ്, സെബാസ്റ്റ്യൻ സ്റ്റാൻ എന്നിവരും പുതുതായി ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. അക്കാദമി അംഗങ്ങളായി ക്ഷണിക്കപ്പെട്ടവർക്കാണ് ഓസ്കറിൽ വോട്ട് ചെയ്യാൻ സാധിക്കുക. ഈ വർഷം പുതുതായി ക്ഷണം ലഭിച്ച 534 ആളുകളും അംഗത്വം സ്വീകരിച്ചാൽ അക്കാദമിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11,120 മാറും. ഇവർ വോട്ട് ചെയ്താണ് ഓസ്കർ വിജയികളെ കണ്ടെത്തുന്നത്. 2025 ക്ഷണിക്കപ്പെട്ടവരിൽ 41% സ്ത്രീകളും 45% പ്രാതിനിധ്യം കുറഞ്ഞ സമൂഹങ്ങളിൽ നിന്നുള്ളവരും 55% പേർ അമേരിക്കയുടെ പുറത്തുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. 2026 മാർച്ച് 15 കോനൻ ഒബ്രെയ്ൻ ആതിഥേയത്വം വഹിക്കുന്ന ഓസ്കാർ അവാർഡുകൾ നടക്കും. ജനുവരി 12 മുതൽ ജനുവരി 16 വരെ നോമിനേഷൻ പ്രക്രിയയും വോട്ടെടുപ്പും നടക്കും. പരിഗണനയ്ക്ക് ശേഷം ജനുവരി 22 നോമിനികളുടെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കും.